കലോത്സവ നഗരിയിലേക്ക് എത്തുകയാണ്. ഏവരും കാത്തിരിക്കുകയായിരുന്നു ലാലിനെ. ആർപ്പുവിളികളോടെ മോഹൻലാലിനെ സ്വീകരിക്കുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കുട്ടികൾ. പൂര നഗരിയാകെ മോഹൻലാൽ പ്രധാന വേദിയിലേക്ക് എത്തുകയാണ്. തേക്കിൻകാട് മൈതാനത്തെ എക്സിബിഷൻ ഗ്രൗണ്ടിലാണ് സമാപന സമ്മേളനം നടക്കുന്നത്. സമാപന സമ്മേളനം അല്പസമയത്തിനകം കലോത്സവ നഗരിയിൽ തുടങ്ങും. മുഖ്യാതിഥിയായി മോഹൻലാൽ സമാപന സമ്മേളന വേദിയിലേക്ക് എത്തുകയാണ്. പ്രിയപ്പെട്ട ലാൽ ഏത് വേഷം ധരിച്ചെത്തണം എന്നൊരു കൗതുകരമായ ചോദ്യമൊക്കെ നേരത്തെ ഉയർന്നു കേട്ടിരുന്നു. മുണ്ടും ഷർട്ടും ജുബയും മുണ്ടും അങ്ങനെ പല നിർദ്ദേശങ്ങൾ കുട്ടികളുടെയൊക്കെ ഭാഗത്ത് വരുന്നുണ്ടായിരുന്ന വേദിയിലേക്ക് മോഹൻലാൽ എത്തിയിരിക്കുന്നു. കേരള സ്കൂൾ കലോത്സവത്തിന്റെ പൂക്കളുടെ നാമധേയത്തിലുള്ള 25 വേദികളിൽ 249 ഇനങ്ങളിലായി 15,000-ഓളം വിദ്യാർത്ഥികളാണ് തങ്ങളുടെ കഴിവുകൾ ഈ 5 ദിനരാത്രങ്ങളോളം കാഴ്ചവെച്ചത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സമാപന സമ്മേളനത്തിന് തുടക്കമാകുന്നു. പ്രതിപക്ഷ വി.ഡി. സതീശനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. മന്ത്രി കെ രാജൻ, വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി, മന്ത്രിമാരായ ആർ ബിന്ദു, അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്നാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. പ്രധാനപ്പെട്ട ആതിഥേയർ വേദിയിലേക്ക് എത്തുകയാണ്. മോഹൻലാലിനെ ആരവത്തോടുകൂടി വേദി സ്വീകരിച്ചിരിക്കുന്നു. അക്ഷയ നമുക്കുണ്ട്. അക്ഷയ, മോഹൻലാലിന് വേണ്ടിയുള്ള വലിയ കാത്തിരിപ്പായിരുന്നു. പലരും ആദ്യമായി കാണുകയാണ്. തീർച്ചയായിട്ടും രതീഷ്, കാത്തിരുന്നത് ഇത്ര നേരം തൃശ്ശൂരിന് എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അത്രമാത്രം ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. ലാലേട്ടനെ കാണാൻ വേണ്ടി എത്തിയിട്ടുള്ള ആളുകളാണ്. ഇങ്ങോട്ടേക്ക് കടക്കാൻ പറ്റാത്ത വണ്ണത്തിലുള്ള തിരക്കായിരുന്നു. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ നമ്മുടെ കുട്ടികൾക്ക് ഈ കുട്ടിപ്പൂരത്തിന്റെ കപ്പ് നൽകാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ജൻസി പൂരം കൊടിയിറങ്ങുമ്പോൾ കപ്പ് മറ്റാർക്കുമല്ല കണ്ണൂർക്കാണെന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. കണ്ണൂരിന്റെ 6ാമത്തെ കപ്പ് കണ്ണൂര് സ്വന്തമാക്കിയിരിക്കുകയാണ്. 6ാമത്തെ കപ്പ്. ഒരു 2024 കപ്പ് കിട്ടിയത് കണ്ണൂരിന്. കണ്ണൂർ ജില്ല 1028 പോയിന്റുമായിട്ടാണ് ഈ കപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത്. 117 പവനോളം വരുന്ന ആ സ്വർണ്ണ കപ്പ്. തൊട്ടു പിന്നാലെയുണ്ട് നമ്മുടെ തൃശ്ശൂർ ജില്ല. ആതിഥേയരായ തൃശ്ശൂർ നിലവിലെ ജേതാക്കൾ. തൊട്ടു പിന്നാലെയുണ്ട്. 3ാം സ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ കപ്പുകൾ നേടിയിട്ടുള്ള കോഴിക്കോടുള്ളത്. 4ാം സ്ഥാനത്താണ് പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയാണ് കഴിഞ്ഞ തവണ 2ാമതെത്തിയത്. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കരുത്തുറ്റ പോരാട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കരുത്തുറ്റ പോരാട്ടത്തിന് ഒടുവിൽ ഇപ്പോഴെന്തായാലും മത്സരം 5 ദിവസം നീണ്ട മത്സരം, അത് കഠിനാധ്വാനത്തിന്റെ നാളുകൾ കഴിഞ്ഞ് ഒരു വർഷത്തെയൊക്കെ പ്രാക്ടീസാണ്. അതിനുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും കുട്ടിപ്പൂരം കൊടിയിറങ്ങുമ്പോൾ ഇനി ലാലേട്ടനെ കപ്പ് കൊടുക്കുന്ന നിമിഷങ്ങളിലേക്കാണ് കടക്കേണ്ടത്. മത്സരത്തിന് ഇല്ലാത്ത കുട്ടികൾ പോലും ഒരു ദിവസം കൂടി തൃശ്ശൂരിൽ നിൽക്കാം, കലോത്സവ നഗരിയിൽ നിൽക്കാം, മോഹൻലാലിനെ കണ്ടിട്ട് പോകാം, മോഹൻലാലിനെ ഒരു നോക്ക് കാണണം എന്ന വലിയ കൗതുകവും ആഗ്രഹവുമായി ഉണ്ടായിരുന്നില്ല. മോഹൻലാൽ വന്നപ്പോഴുള്ളൊരു ആർപ്പുവിളിയും അന്തരീക്ഷവും എങ്ങനെയായിരുന്നു? തീർച്ചയായും അതായത് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും അല്ലാത്തവരും ഒക്കെ ഇന്നിവിടെ നിന്നതിൽ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ലാലേട്ടനെ കാണുക എന്നുള്ളതാണ്. ലാലേട്ടനെ കാണാൻ വേണ്ടി മാത്രം നിന്ന ആളുകളാണ്. നമുക്കറിയാം ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ഉൾപ്പെടെ നേടി നമ്മുടെ ലാലേട്ടൻ അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ലാലേട്ടനെ കാണാനും നല്ല ലുക്കായിട്ടുണ്ട്. നേരത്തെ രതീഷ് പറഞ്ഞ പോലെ ലാലേട്ടൻ എന്തുകൊണ്ട് ഡ്രസ് ഇട്ടായിരിക്കും വരാന്നൊക്കെ എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരുന്നു. കുറെ പേരൊക്കെ ലാലേട്ടനെ കണ്ടിങ്ങനെ റൊമാൻറ്റിഫിക്കേഷനിൽ ഇരിക്കുന്നൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരിട്ട് കാണുമ്പോൾ നമുക്കും അതേ ഫീലാണ്. മോഹൻലാലിനെയാണ് തൊട്ടു മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാക്ഷാൽ ലാലേട്ടനാണുള്ളത്. അപ്പോൾ ആ ഫീൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിറയെ ആളുകളാണ്. എനിക്ക് തോന്നുന്നു രതീഷ് ഒരു പൂരത്തിലുള്ള ആളുകൾ തന്നെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത്രമാത്രം ആളുകളുണ്ട്. ഒരു കലോത്സവത്തിന്റെ അവസാനം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമാണ് എങ്കിൽ പോലും നമുക്കറിയാം എല്ലാ വർഷവും ആളുകളുണ്ടാവും. പക്ഷെ ഇത്തവണ ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതാ ലാലേട്ടനെ ഇപ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ്. ചുവന്ന റോസാപ്പൂക്കൾ നൽകി നമ്മുടെ ലാലേട്ടന് ഒരു ചെറിയ ഉപഹാരം, ആനയുടെ ചിത്രമുള്ള ഒരു ആനയുടെ നെറ്റിപ്പട്ടമുള്ള ഒരു ഉപഹാരം നൽകിക്കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ ലാലേട്ടനെ സ്വാഗതം ചെയ്യുകയാണ്. ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ലാലേട്ടൻ നൽകുകയാണ്. അദ്ദേഹം ആ ചുവന്ന പൂക്കളൊക്കെ അവിടെ വെച്ചിരിക്കും. നമുക്കറിയാം ലാലേട്ടൻ സംസാരിക്കുമ്പോൾ ഒക്കെ കുട്ടികളോട് അത്രയും ഇഷ്ടമുള്ള ആളാണ്. ആ തരത്തിൽ സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ലാലേട്ടൻ സംസാരിക്കുന്നതൊക്കെ തന്നെയാണ് ഏറ്റവും കൗതുകമുള്ള കാര്യം. എന്തായാലും വാശിയേറിയ പോരാട്ടമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വൈൻഡപ്പിലേക്ക്, സമാപനത്തിലേക്ക്, കൊടിയിറക്കത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും
തലയെടുപ്പുള്ള കൊമ്പൻ മോഹൻലാലാണ് ഈ കപ്പ് നേടിയവർക്ക് ആ കപ്പ് കൊടുക്കാൻ പോകുന്നത്. കണ്ണൂരുകാര് കപ്പ് ഏറ്റുവാങ്ങുന്ന മുഹൂർത്തമാണ് ഇനി മുൻപിലുള്ളത്. സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ആളുകളെയും. നമ്മൾ പ്രത്യേകിച്ച് പറയണം, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഇവിടുത്തെ ഇടപെടൽ, മന്ത്രി, ഡയറക്ടർ, സെക്രട്ടറി, ഇപ്പോൾ ഉമേഷ് സാറാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ വാസുകി മാഡം അവിടെ വേദിയിൽ ഇരിക്കുന്നുണ്ട്. മറ്റു മന്ത്രിമാർ എല്ലാവരുടെയും അക്ഷീണമുള്ള പ്രവർത്തനത്തിനപ്പുറത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്നു. കേവലം ഒരു ഓർഗനൈസേഴ്സ്, സംഘാടകർ എന്നതിനപ്പുറത്തേക്ക് സദാസമയം രാവും പകലും ഈ വേദിയിലും സദസ്സിലുമൊക്കെയായി ഇവിടെ ഈ പൂരപ്പറമ്പിലായി ഓടി നടക്കുന്നുണ്ടായിരുന്നു ഈ വടക്കുംനാഥന്റെ മണ്ണിൽ. എന്തായാലും അങ്ങനെ ആഘോഷത്തോടെ ഹൃദയത്തോട് ചേർത്തുകൊണ്ടാണ് ഈ കുട്ടിപ്പൂരം, ഈ ജൻസി പൂരം ഇവിടെ കൊടിയിറങ്ങുന്നത് എന്നുള്ള ഒരു സംശയമില്ല. സംഘാടന തലത്തിൽ ഏറ്റവും മികച്ച ഒരു കലാമേളയായി, കലോത്സവമായി 2026 നടന്ന ഈ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം മാറുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. രതീഷ്, കലോത്സവ നഗരിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ, വിവരങ്ങളാണ് മാതൃഭൂമിയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. മോഹൻലാലാണ് തലയെടുപ്പുള്ള കൊമ്പനായി. മോഹൻലാലാണ് കലോത്സവ നഗരിയിലെ ഈ ദിവസത്തെ ഏറ്റവും വലിയ താരം. സമാപന സമ്മേളനത്തിലെ മുഖ്യാതിഥിയായാണ് അദ്ദേഹം ഇപ്പോൾ കലോത്സവ നഗരിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആർപ്പ് വിളികളോടുകൂടി കുട്ടികൾ മോഹൻലാലിനെ സ്വീകരിച്ചു. ചടങ്ങ് തുടങ്ങിയിരിക്കുന്നു. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി മോഹൻലാൽ എത്തിയതിന്റെ വലിയ ആവേശമാണ് ഇപ്പോൾ തേക്കിൻകാട് മൈതാനത്തെ വേദിയിൽ നമ്മൾ കാണുന്നത്. തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനം കഴിഞ്ഞ പകലിരവുകളിൽ കലാവസന്തത്തിന്റെ കേന്ദ്രമായിരുന്നു. അതിന്റെ തുടർച്ചയായ സമാപന സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ ഒരു പൂരം കൊട്ടിക്കയറി അതിന്റെ സമാപനത്തിലേക്ക് എത്തുന്നു എന്ന പ്രതീതിയാണ് തൃശ്ശൂരിൽ ഉള്ളത്. വലിയ തിരക്കാണ് തേക്കിൻകാട് മൈതാനത്ത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്.